മരുഭൂമികത്തിൽ ഞാൻ അഭയാത്തേ, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ, മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 40-14 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോകട്ടെ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. വളരെ മനോഹരമായ ഒരു വചനഭാഗം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. ഇതും ദാവീദ് രാജാവ് പറയുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാരല്ലല്ലോ ദാവീദ് രാജാവിനും ഇങ്ങനെ ഒരു അനർത്ഥം കണ്ട് സന്തോഷിക്കുവാൻ ഉള്ളവർ കൂടെ തന്നെ ഉള്ളവരൊക്കെ തന്നെയല്ലേ, തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയല്ലേ. ദൈവമക്കളെ, പലയിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഇപ്പം നമ്മളും നമ്മുടെ അവസ്ഥയും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. തനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്ന ആമേ സ്തോത്രം. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. ഒരു അനർത്ഥം വരുമ്പോൾ ദൈവമക്കളെ അടുത്ത് നിന്ന് പോട്ടെ, സാരമില്ല എന്ന് ഒരു വാക്ക് പറയേണ്ടവർ തന്നെയാണ് അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ. അവർ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ വേദനയും ആ നിന്ദയും പരിഹാസവും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് കൂടെ നിൽക്കുന്നവരും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കൈത്താങ്ങേണ്ടവരും അവമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് ആർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു തളർച്ച വരുമ്പോൾ, ഒരു സങ്കടകരമായ ഒരു അനുഭവം വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തേണ്ടവർ ഒരുപക്ഷെ ആ കൈ കുടഞ്ഞിട്ടിട്ട് മാറി നിന്നുകൊണ്ട് പഴിക്കുന്നവരുടെ കൂടെ നിൽക്കും. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇതിലൂടെയൊക്കെ ദാവീദ് രാജാവ് കടന്നുപോയി യഹോവയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ വേല ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ആ സ്നേഹം അനുഭവിച്ച ദൈവമക്കളെ ഇതെല്ലാം സഹിക്കും. ആമേൻ. ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഏവരും ഇത് വിട്ടു മാറില്ല ദൈവമക്കളെ. അപമാനം എത്ര വന്നാലും, എത്രമാത്രം തകർച്ച വന്നാലും, ആമേ സ്തോത്രം, വിളിച്ച ദൈവത്തെ നോക്കിക്കൊണ്ട് ആ പാദപീഠത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ച നന്മകളെ ഒക്കെ ഒന്ന് ഓർത്താൽ ഇതിനൊന്നും നമുക്ക് യോഗ്യതയില്ല. അത്രമാത്രം മഹത്വമുള്ള നന്മകൾ കൊണ്ട് നമ്മളെ സ്വീകരിച്ച ദൈവം. സ്തോത്രം. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ കയറി വരുമ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസത്തെ അനുഭവം എന്ന് പറയുമ്പോൾ രാവും പകലും കൂടെ ചേർന്നതാ. രാവില്ലെങ്കിൽ പകലില്ല, പകലില്ലെങ്കിൽ രാവും ഇല്ല. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ പൂർണ്ണത എന്ന് പറയുമ്പോൾ രാവും പകലും കൂടെ കൂടിയ സുഖവും ദുഃഖവും കലർന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സുഖകാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ, വാഴ്ത്തിപ്പാടുന്നവർ, സങ്കടകരമായ ഒരു അനുഭവം വരുമ്പോൾ, ഒരു നിന്ദയുടെ അനുഭവം വരുമ്പോൾ, ഒരു കഷ്ടതയുടെ, ഒരു ഞെരുക്കത്തിൻ്റെ ഇതുപോലുള്ള വേദനിക്കുന്ന ഒരു അനുഭവം വരുമ്പോൾ ആ കൈ കുടഞ്ഞിട്ട് മാറിപ്പോയി നിന്ന് പഴിക്കുന്നവരുടെ കൂടെ നിന്ന് പഴിക്കുന്നവരാ. ആ കരങ്ങൾക്ക് കീഴിൽ ചേർത്ത് നിർത്തേണ്ടവർ മാറി നിന്ന് പഴിക്കുന്ന ഒരു അനുഭവം, അതൊക്കെ എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തെ അറിഞ്ഞും ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവമക്കളെ അവരൊന്നും കൂടെ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ലോകക്കാരെ കൈവിട്ടാലും കർത്താവിൻ്റെ നിലനിൽക്കുന്നൊരു വചനം, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതെ ദൈവമക്കളെ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ എന്ന്. ഇപ്പം നന്നായി നന്നായി എന്ന് നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മളെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ എന്ന്. ഇതൊക്കെ ദൈവമക്കളെ ന്യായവിധിയുടെ നാളുകളാണ്.
ഈ ന്യായവിധിക്ക് മുമ്പിൽ ഞാനും നിങ്ങളെല്ലാവരും നിൽക്കേണ്ടി വരും. സ്തോത്രം. നമ്മൾ ചെയ്തതിന് തക്കവണ്ണം നമുക്ക് പ്രതിഫലം ലഭിക്കും. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പിഴകളെയൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെടുക. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രം മുറിവേറ്റെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് മുറിവേക്കാതിരിക്കാൻ നമുക്ക് നല്ലൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആരെയും അപ്രകാരം നമ്മൾ വേദനിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ആണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, കഷ്ടത വന്നത് എനിക്ക് ഗുണമായെന്ന് സങ്കീർത്തനക്കാരൻ മാത്രമല്ല ദൈവമക്കളെ, നമുക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം അത്. ഹല്ലേലൂയ, സ്തോത്രം. 16-ാം വാക്യം പറഞ്ഞുകൊണ്ട്, നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. തീർച്ചയായിട്ടും എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നവർ, ആ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും എന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. ഹല്ലേലൂയ, സ്തോത്രം. അതൊന്ന് അന്വേഷിക്കുക. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അത് ഈ കഷ്ടകാല സമയങ്ങളിൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ രാജ്യത്തെ നമ്മൾ കേൾക്കുന്നതും കേൾക്കാനൊരവസരം ഉണ്ടാകുന്നതും സമയം നമുക്കേറെ കിട്ടുന്നതും ഒക്കെ അതൊക്കെ തന്നെയാണ്. അത് ഈ കഷ്ടത നമുക്കൊരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളെന്ന് എപ്പോഴും പറയട്ടെ എന്ന്. ആമേൻ. അതെപ്പോഴും പറയുമല്ലോ. അനുഭവിച്ചാൽ പിന്നെ പറയാതിരിക്കുക ദൈവമക്കളെ. യഹോവ വാ തുറന്നാൽ ആർക്കെങ്കിലും അടയ്ക്കാൻ പറ്റുമോ? പിന്നെ നല്ലൊരു സാക്ഷ്യം പറയും, നന്നായി പാടി പ്രസംഗിച്ച് എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മളെ വിചാരിക്കാൻ ഈ ലോകത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, എനിക്കിനി ആരുമില്ല എന്നെ സഹായിക്കാൻ, അല്ലെ എന്നെ ഈ മഹാകഷ്ടകര സമയത്ത് എന്നെ പ്രതി ഒന്ന് വിചാരിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇനി അങ്ങനെ ആവരുത്. കാരണം ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എളിയവനെയും ദരിദ്രനെയും വിചാരിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഇതൊന്നും പറഞ്ഞ് കരയരുത് ദൈവമക്കളെ. കർത്താവ് നമ്മളെ കരുതുന്ന പോലെ കരുതാൻ നമുക്കാരാ ഉള്ളത്? എൻ്റെ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. ആ സ്നേഹം അനുഭവിക്കുന്ന മക്കളെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. കാരണം എല്ലാ സഹായങ്ങളും തീർന്നുപോയി. എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടും നമുക്ക് ഒന്നുമായില്ല. എന്നാൽ നമ്മുടെ സഹായകൻ, രക്ഷിതാവായ എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കാൻ മനസ്സോടെയാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ തന്നെ എൻ്റെ സഹായകനും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. എന്നെ സഹായിക്കാനുള്ളവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്നു. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ സഹായം എനിക്ക് ലഭിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ സമയം വരെ കാത്തിരിക്കാനൊരു മനസ്സ് മാത്രം ദൈവമക്കളെ വെച്ചുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ഒന്നും പോണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അത് കേട്ടതുകൊണ്ട് നമുക്കൊരു ദോഷവും വന്നു ഭവിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നുകൂടെ താഴാനുള്ളൊരു മനസ്സൂടെ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞു. നമ്മൾ പ്രതികരിക്കാൻ പോകാതെ എല്ലാം ദൈവസന്നിധി വിട്ടുകൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണ്, നമുക്ക് പറയാൻ പറ്റുന്ന നന്മ എന്താണ്, അത് ഓർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് വേണ്ടി ജീവിക്കുക. നമ്മളെ പ്രതി വിചാരിക്കാനും നമുക്ക് വേണ്ടി സഹായിക്കുവാനും ഈ ദൈവം കഴിഞ്ഞേ ഉള്ളൂ ദൈവമക്കളെ, മറ്റാരും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്താണെന്ന് ദൈവം അനുഗ്രഹിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. സഹായിക്കാൻ മറ്റാരുമില്ല കർത്താവേ. അവിടുത്തെ സഹായത്തിന് വേണ്ടി കർത്താവെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ എൻ്റെ കർത്താവെ സഹായിക്കണമേ. വേഗത്തിൽ കർത്താവെ ആ വിടുതൽ കൊടുക്കണമേ. വേഗത്തിൽ കരുതുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒട്ടും താമസിക്കില്ലേ കർത്താവെ. അവസ്ഥകളൊക്കെ വളരെ കഷ്ടത്തിലാണ് കർത്താവെ. ഒരുപാട് ദൈവജനം കർത്താവെ ഒരുപാട് സങ്കടത്തോടെ ഇന്ന് ദൈവത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയധികം പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിടുതൽ തരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആർത്തുഘോഷിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവെ, നിൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് നിൻ്റെ മക്കൾക്ക് അറിയുവാനും സാക്ഷി പറയുവാനും ദൈവം ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും പങ്കെടുക്കണമേ. യേശുവിൻ്റെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ,
കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.